आज हम लोग प्राण का छुटकारा और प्राण का उद्धार, ये दोनों के संबंध में हम थोड़ा मनन करेंगे। क्या दोनों समान है या दोनों अलग अलग है, कि ये बात को हम देखेंगे। പൊതുവെ നമ്മള് രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ നമ്മള് ആത്മരക്ഷ പ്രാപിച്ചതിനോടുള്ള ബന്ധത്തിലാണ് രക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്. उद्धार पाया करके जब भी हम बोलते समय में स्वाभाविक रीति से हम लोग आत्मा का उद्धार हुआ है करके हम लोग बोलते हैं। നമ്മള് കർത്താവിനെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായി സ്വീകരിക്കുന്ന നിമിഷം തന്നെ നമ്മള് ആ, വീണ്ടും ജനിക്കുകയും നമ്മളെ ദൈവത്തിന്റെ മക്കളായി തീരുകയും ചെയ്യുന്ന വലിയൊരു അനുഗ്രഹം നമുക്കുണ്ട്. अपने जिस दिन हमारा नया जन्म हुआ, प्रभु को हमने उद्धारकर्ता करके स्वीकारा और हमारा प्रभु करके स्वीकारते समय उसी दिन हमारा उद्धार होता है और हम परमेश्वर के संतान बन जाते हैं। എന്നാല് ആ, അങ്ങനെയുള്ള വ്യക്തികളെ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് നരകത്തിൽ പോകുന്നില്ല. और क्योंकि नया जन्म हो गया है, ऐसा लोगों का आत्मा कभी नरक नहीं जाता। എന്നാൽ ഇവിടെ നമ്മള് തിരുവചനത്തിൽ ചിന്തിക്കുന്ന വിഷയം പൗലോസൊക്കെയും വളരെയധികം പ്രാണത്യാഗം ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തന്ന ഒരു കാര്യം, ആ, നമ്മുടെ ആത്മാവിന് രക്ഷ പ്രാപിച്ചതിന് ശേഷം നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് യേശു സാധിച്ചത് കൊണ്ട് ഈ പ്രാണൻ അല്ലെങ്കിൽ മനസ്സ്, ഇച്ഛ, വികാരം, ഈ മൂന്ന് കാര്യങ്ങൾ ആ, ദൈവത്തിനായിട്ട് വേർതിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യം നമ്മുടെ വശത്തുണ്ട്. तो अभी क्योंकि प्रभु ने हमारे लिए वो नया जन्म का वो उद्धार जो हमें देने की वजह से हमारा आत्मा का उद्धार हो गया है। उस उद्धार की वजह से हमारा प्राण का छुटकारा का दाम भी प्रभु ने देने की वजह से अभी हमारा मन, इच्छा, भावना किस रीति से एक विश्वासी प्रभु के लिए इस्तेमाल करता है, परमेश्वर की इच्छा के लिए इस्तेमाल करता है। ये बात विश्वासी की ओर का एक जिम्मेदारी है, वो किस रीति से मसीह के लिए जीता है। അപ്പൊ നമുക്ക് ആ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, प्रकाशित वाक्य 5 का 9 में हम इस रीति से हम पढ़ते हैं। ആ, पाँच പുസ്തകം का വാങ്ങുവാനും पढ़ेंगे 5 का 9। और वे यह नया गीत गाने लगे कि तू इस पुस्तक के लेने और उसके मोहरे खोलने के योग्य है, क्योंकि तूने वध होकर अपने लहू से हर एक कुल और भाषा और लोग और जाति में से परमेश्वर के लिए लोगों को मोल लिया है। അപ്പൊ ഇവിടെ നമ്മളെ ദൈവത്തിനായിട്ട് യേശു ക്രിസ്തു വിലയ്ക്ക് വാങ്ങി, ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. और यहाँ पर हम पढ़ते हैं कि उन्होंने हमें परमेश्वर के लिए हमें परमेश्वर की ओर हमें खरीद लिया, मूल दाम दिया है। അപ്പൊ നമ്മുടെ ആത്മാവും നമ്മുടെ ദേഹിയും നമ്മുടെ ശരീരവും പൂർണ്ണമായിട്ടും കർത്താവായ യേശു ക്രിസ്തു രക്തം കൊടുത്ത് നമ്മളെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്നും, അല്ലെങ്കിൽ ഇനിയും ദൈവം നമ്മളെ ന്യായം വിധിക്കുകയില്ല എന്ന നിലയിൽ നമ്മളെ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിച്ച് നമ്മളെ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാക്കി. ഇപ്പോൾ നമ്മൾ ദൈവത്തിനുള്ളവരാണ്. तो क्यों जिस रीति से हमें मोल लिया है करके बोलते समय में प्रभु ने हमें बचाया और हमें परमेश्वर की ओर से हमें न्याय न्याय जो हमारे ऊपर था उससे हमें बचा लिया। അപ്പം ദൈവത്തിന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണമാണ് അതിന് കാരണമായത്. അതുകൊണ്ട് നമ്മള് കർത്താവിനെ നീ യോഗ്യനാണ്. എന്തിനാണ്? നമ്മളെ വിലയ്ക്ക് വാങ്ങി, ദൈവത്തിന് വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് കർത്താവ് ആരാധനയ്ക്കും സ്തോത്രത്തിനും സ്തുതിക്കുമെല്ലാം യോഗ്യനാണ്. और क्योंकि परमेश्वर ने, यीशु मसीह ने हमें परमेश्वर की ओर हमें मोल लेकर हमें बचा लिया है, हमें छुटकारा दिया है, जिसके वजह से हम लोग अभी ये बात बोल सकते हैं कि तू योग्य है, क्योंकि तूने अपना लहू बहाकर हमें छुटकारा देकर हमें बचा लिया। അപ്പം ഈ വീണ്ടെടുപ്പ്, വീണ്ടെടുക്കപ്പെട്ടവരുടെ പേരുകളാണ്, ആരെയെല്ലാം വീണ്ടെടുത്തോ അവരുടെ പേരുകളാണ്, പേരിലടങ്ങിയ ഒരു പുസ്തകമാണ് 5-ാം അധ്യായത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കയ്യിലുള്ളത്. और हम देखते हैं कि जो 5वां अध्याय में जो पढ़ते समय से हमें में सिंहासन के में बैठा हुआ व्यक्ति के हाथ में एक पुस्तक है करके बोलते समय में उसमें क्या है, किसका नाम लिखा गया है। जो उद्धार पाए हुए, नए जन्म पाए हुए का लोग का नाम वहां पर उसमें लिखा गया है। അപ്പൊ അവിടെ പുസ്തകം തുറപ്പാനും, 2-ാം വാക്യത്തിൽ വായിക്കണം, പുസ്തകം തുറപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും. അപ്പൊ പുസ്തകം വേറെയാണ്, സീൽ ചെയ്യുന്ന ഭാഗം വേറെയാണ്. तो वहां पर हम उसमें हम पढ़ते समय में उसमें ऐसे एक पुस्तक है जहां पर वो पुस्तक को खोलने के लिए और उसका मोहर को खोलने के लिए, मतलब पुस्तक एक भाग है और उसका मोहर दूसरा भाग है। അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ്? പുസ്തകം വായിപ്പാനും, വായിപ്പാൻ എന്ന് പറയുന്നത് അവിടെ
നമ്മളവിടെ അടുത്ത വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും എന്ന് വാക്യം വായിക്കുന്നുണ്ട്. और वहां पर यह है कि 4 में हम पढ़ते समय में वहां पर वो देखता है कि पुस्तक खोलकर और उसको उसको देखकर खोल लेकर पढ़ने के लिए कोई योग्य है कि नहीं वहां पर देखा। അപ്പം യേശുവാണ് യോഗ്യൻ. അതിനകത്ത് നമ്മുടെ പേര് വരാൻ കാരണമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം കൊണ്ടാണ്. നമ്മൾക്ക് അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ വീടിന്റെ വില പിതാവിന് കൊടുത്തത് കൊണ്ടാണ് നമ്മുടെ പേര് വന്നത്. അപ്പൊ ആ വിലയ്ക്ക് വാങ്ങിയവൻ തന്നെ വേണം ആ പേര് വായിക്കാൻ. तो इसके लिए अभी प्रभु के अपने बलिदान की वजह से जो क्रूस में उन्होंने लहू बहाया, वो कारण बन गया हमें छुटकारा मिलने का। वो कारण बना हमारा नाम उस पुस्तक में लिखा जाने के लिए। और क्योंकि उन्होंने उनके वजह से हमारा नाम पुस्तक में लिखा गया है और उनके द्वारा है पुस्तक में लहू बहाने की वजह से पुस्तक में हमारा नाम आया है, इसके लिए वही है जो पुस्तक लेकर उस पर दृष्टि करके पढ़कर हमारा नाम को पुकारने के लिए। അപ്പം അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. इसके लिए प्रभु लूका 10 में प्रभु कहता है कि तुम लोग इस बात पर आनंद करो कि तुम्हारा नाम स्वर्ग में लिखा गया है। നമ്മുടെ ആത്മാവിന് രക്ഷ ഉറപ്പാക്കിയ ഒരു കാര്യമാണ്. उसमें एक बात तो पक्का कर दिया है कि हमारा आत्मा का उद्धार उन्होंने पक्का कर दिया। അപ്പൊ കർത്താവ് തന്നെ വന്നത് എന്തിനാണ്? നമ്മള് മർക്കോസ് സുവിശേഷം 10:45 നമ്മുടെ ജീവനെ, തന്റെ ജീവനെ, കർത്താവിന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനാണ് കർത്താവ് വന്നത്. മറുവിലയായി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ പ്രാണനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി യേശുവിന്റെ ജീവനെ വിലയായി കൊടുത്തു. हम जानते हैं कि यीशु मसीह जब इस दुनिया में आया है करके बोलते समय में आया ही क्यों था? ताकि वो बहुतों को वो छुड़ौती के लिए अपना प्राण देने के लिए आया। हम लोग मरकुस 10:45 में पढ़ते समय में वहां पर ये कहता है कि प्रभु आया ताकि वो लोगों को बचा सके और अपना प्राण देकर, वो हमारे प्राण को छुड़ौती का दाम देकर बचाकर उन्होंने अपना प्राण को बलिदान किया। അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഈ വീണ്ടെടുത്ത പ്രാണനും ആരാധനയിൽ പങ്കുകൊള്ളുകയാണ്. നമ്മളെ എന്നെ വീണ്ടെടുത്തല്ലോ എന്ന് നമ്മുടെ പ്രാണൻ തിരിച്ചറിയുകയാണ്. इसके लिए आज हम लोग आराधना करते समय में ये छुटकारा पाया हुआ या छुड़ाया पाया हुआ, छुटकारा पाया हुआ प्राण भी मिलकर वो व्यक्ति आराधना करता है, क्योंकि उस प्राण को एहसास हो गया है कि अब मुझे मेरा छुड़ौती का दाम दे दिया है, इसलिए मैं छुटकारा पा चुका हूं। അപ്പൊ ആരാധനയിൽ നമുക്ക് ഒരു വ്യത്യാസം ഇവിടെ കാണുന്നത്, പലപ്പോഴും നമ്മുടെ ഭൗമിക കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ഭൗമികമായ കാര്യങ്ങൾ കിട്ടിയതിന് നമ്മൾ നന്ദി പറയുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആരാധന പ്രാണന്റെ വീണ്ടെടുപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. और अधिकतर लोग आज के दुनिया में, मसीही लोग दुनिया में लोग क्यों वो लोग आराधना करते समय में सही रीति का आराधना क्यों नहीं हो पाता? क्योंकि उन लोग का आराधना किस बात पर फोकस्ड है? दुनिया की बातें, संसार की बातों में कुछ चीज का लाभ मिला, कुछ फायदा मिला, उस बात को देखकर वो लोग प्रभु को धन्यवाद देते हैं और आराधना करते हैं। क्योंकि ऐसा क्यों वो लोग कर रहे हैं? क्योंकि वो लोग में एहसास नहीं हो रहा है या वो लोग समझ नहीं पा रहे कि प्रभु ने हमारा प्राण को छुड़ाया है। അപ്പൊ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഇഷ്ടം പോലെ ഭൗമികമായ വസ്തുക്കളുണ്ട്. ഇവിടെ ദുഷ്ടനും പാപിക്കും നരകത്തിൽ പോകുന്നവർക്കും ഒക്കെയും ഇഷ്ടം പോലെ അനുഭവിക്കാനുള്ള വിഭവ സമ്പത്തുകൾ ഈ ഭൂമിയിൽ ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. प्रभु परमेश्वर ही है जहाँ की दुनिया के सारे दुष्ट लोग, अधर्मी लोग जो नरक जाने वाले हैं, उन लोगों को ये दुनिया का सारा संपत्ति अनुभव करने के लिए परमेश्वर ने उनको दिया है। അപ്പോൾ അതല്ല, ആ ഭൗമികമായ ആ ശരീരജീവനോട് ബന്ധപ്പെട്ടതല്ല നമ്മുടെ ജീവന് ആധാരം അല്ലെങ്കിൽ ദൈഹിക ജീവനായി തീരേണ്ടത്. അതാണ് ഇവിടുത്തെ വിഷയം. परंतु हमारा प्राण का जीवन का जो आधार है, जिसके आधार पर एक विश्वासी जीना चाहिए, वो इस दुनिया की संपत्ति के बहुतायत के बढ़ोतरी की वजह से कारण नहीं होना चाहिए। നമ്മള് ലൂക്കോസ് സുവിശേഷം 12-ാം 20-ാം വാക്യത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്യമുണ്ട്. लूका 12 में हम लोग 20 अल्ले 20 लूका 12 का 20 में हम लोग हमेशा इस वाक्य को हम लोग मनन करते हैं। അവിടെ കർത്താവ് ചോദിക്കുന്നത്, നിന്റെ പ്രാണനെ ഞാൻ ചോദിക്കും. प्रभु वहां पर पूछता है कि अगर मैंने इस रात को तेरा प्राण को मैंने अगर मांगा। അപ്പം പ്രാണന്റെ വീണ്ടെടുപ്പ് സാധിക്കാത്തവർക്ക് ഈ പ്രാണനെ ദൈവം ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ നരകത്തിലേക്ക് തള്ളിക്കളയാനാണ് ദൈവം ചോദിക്കുന്നത്. तो प्रभु उस व्यक्ति का, उस मूर्ख धनवान का जो प्राण को मांगता है करके बोलते समय में किस आधार पर, किस विषय के लिए मांग रहा है? कि उस व्यक्ति का प्राण को नरक में डालने के विषय में प्रभु मांग रहा है।
അപ്പൊ അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ ചെയ്തത്, അവൻ ഭൂമിയിൽ ഒരുപാട് സമ്പത്ത് നേടി, അവനെ അല്ലെങ്കിൽ ഏറിയ വർഷത്തേക്ക് ഞാൻ സമ്പാദിച്ചിരിക്കുന്നു, അതാണ് അവൻ ചിന്തിച്ചത്. അതുകൊണ്ട് എനിക്ക് രക്ഷ ഉണ്ടാകും, കാരണം ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ. അപ്പൊ എന്നെ ഈ ഭൗമിക ലോകത്ത് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് ഞാൻ മരിക്കുമ്പോൾ ഒരിക്കലും നരകത്തിൽ പോകത്തില്ല, അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചത്. तो यहाँ पर ये धनवान व्यक्ति ने क्या सोचा? ये धनवान व्यक्ति ये सोचने लगा कि वो खुश हो गया क्योंकि उसको बहुत अन्न अनाज मिला है, और वो अपना प्राण को कहने लगा, हे प्राण, अभी तेरे पास बहुत से वर्षों के लिए संपत्ति इकट्ठा है करके ये उसने अपना प्राण को खुशी और तसल्ली देकर उसका छुटकारा इस बात को उसने रख दिया कि क्योंकि परमेश्वर ने मुझे इतना आशीष किया है, इतना मुझे संपन्न बना है, मतलब मैं अभी नरक में नहीं जाऊंगा क्योंकि परमेश्वर ने मुझे आशीष किया है। ऐसा गलतफहमी में रहकर वो अपना प्राण में खुशी मना रहा है। वो समझ नहीं रहा है कि उसका पाप का छुटकारा अभी तक मिला नहीं। वो संसार का कुछ बात को कमाया बोलकर उसको आशीष बनाकर उसमें वो उद्धार का खुशी मना रहा है। അപ്പൊ അവിടെ കർത്താവ് അവനോട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഉദാഹരണം പറഞ്ഞിട്ട് പറയുകയാണ്, ആ ദൃഷ്ടാന്തം പറഞ്ഞിട്ട് പറയുകയാണ്, ഒരു മനുഷ്യന് വസ്തുവക ഉണ്ടായാലും അതല്ല, അല്ലെങ്കിൽ വസ്തുവകയുടെ സമൃദ്ധി അതല്ല ജീവൻ ആധാരം. ആ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ദേഹിക്ക് ജീവൻ അതല്ല ആധാരം. ദേഹിക്ക് ജീവൻ യേശുക്രിസ്തു തന്നെ, യേശുവിന്റെ ജീവൻ തന്നെ നമ്മുടെ ദേഹിക്ക് ജീവനായി തീരണം എന്ന് കർത്താവ് അവിടെ പഠിപ്പിക്കുക. उसके लिए वहां पर प्रभु वहां पर उसका 21वां वाक्य पढ़ेंगे। ऐसे ही वह मनुष्य भी है जो अपने लिए धन बटोरता है, परंतु परमेश्वर की दृष्टि में धनी नहीं। तो ये किस प्रकार का विश्वास या अवस्था है कि जो उसने धन तो बटोर तो लिया है लेकिन वो धनी नहीं, क्योंकि उसका जीवन का जो आधार है, जो परमेश्वर ने उसको जो छुटकारा दिया था, उसने अपना जीवन का आधार को परमेश्वर का उद्धार के लिए उसने नहीं उसका आधार बना, इसके लिए वो नरक जा रहा है। അപ്പോൾ നമ്മുടെ ദേഹിക്ക് കർത്താവ് രക്ഷയായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രാണനെ കർത്താവ് വീണ്ടെടുത്തു. പക്ഷെങ്കിൽ ഈ വീണ്ടെടുത്ത പ്രാണന് ക്രിസ്തു തന്നെ ജീവനാകണം. परंतु इसके लिए प्रभु ने हमारे जीवन में एक विश्वासी को जब उसका नया जन्म होते समय में, वो नया जन्म पाने के बाद वो व्यक्ति का जीवन का आधार क्या होना चाहिए? उसका जीवन किसी भी संपत्ति के आधार पर नहीं, बल्कि उसका जीवन अभी मसीह होना चाहिए उसका प्राण में। അപ്പൊ നേരത്തെ അതിന്റെ ജീവൻ എന്തായിരുന്നു? ലോക ജീവന, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള വസ്തുക്കളായിരുന്നു ആ ദേഹിക്ക് ജീവനായിരുന്നത്. पहला उसका प्राण का जीवन क्या था? दुनिया की संपत्ति का बहुतायत है, वो बातों में बढ़ोतरी पाना था उसका प्राण का जीवन। നമുക്ക് 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ, पहला थिस्सलुनी पहला अध्याय उसका 9 में हम पढ़ते हैं। അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, 1:9 पढ़े। यह जानकर कि व्यवस्था धर्मी जन के लिए नहीं, पर अधर्मियों, निरंकुशों, भक्तिहीनों, पापियों, अपवित्रों और अशुद्धों, माँ बाप के घात करने वालों, हत्यारों, व्यभिचारियों, पुरुषगामियों, मनुष्य के बेचने वालों, झूठों और झूठी शपथ खाने वालों और इनको छोड़ खरे उपदेश के सब विरोधियों के लिए ठहराई गई है। ഇവിടെ ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാൻ. वो 1 തിമോത്തിയാണോ? 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. सॉरी, पहला थिस्सलुनी 1:9 पढ़ेंगे। क्योंकि वे आप ही हमारे विषय में बताते हैं कि तुम्हारे पास हमारा आना कैसा हुआ और तुम कैसे मृतों से परमेश्वर की ओर फिरे, ताकि जीविते और सच्चे परमेश्वर की सेवा करो। जीवित और सच्चा परमेश्वर की सेवा। അപ്പം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ നമ്മുടെ ശരീരജീവൻ പോരാ. हमारे जीवित परमेश्वर को सेवा करने के लिए ये हमारा शारीरिक जीवन काफी नहीं है। ഏതൊരു ജീവൻ കൊണ്ട് നമ്മളെ വീണ്ടെടുത്തോ ആ ജീവൻ തന്നെ ദേഹിക്ക് വരണം. കാരണം നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തല്ലോ. ആ ജീവൻ യേശുവിന് ജീവൻ കൊടുത്താണ് നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തത്. तो जिस जीवन से हमें चुनौती दिया था उसी जीवन होना चाहिए। वो व्यक्ति जीवन से भरकर परमेश्वर का सेवा करना चाहिए। तो एक व्यक्ति का प्राण को बचाने के लिए परमेश्वर ने यीशु मसीह का जीवन जो दिया था, वही जीवन वो व्यक्ति का जीवन का श्रोता बनना चाहिए। അപ്പം ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആ യേശുവിന്റെ അതേ ജീവൻ പ്രാണനിൽ വരണം. इसके लिए परमेश्वर को अगर सेवा करना है, आराधना करना है, तो वही यीशु मसीह का जीवन जिसको उद्धार दिया उसका प्राण में प्रभुत्व करना है। അപ്പം നമ്മുടെ ദേഹിയിലുള്ള അത് അവർ പറയുകയാണ്, അവർ നേരത്തെ വിഗ്രഹങ്ങളെ വിട്ടുതിരിഞ്ഞിട്ട് കർത്താവിലേക്ക് ദേഹി മുഴുവൻ എന്ത് ചെയ്യുന്നു? നമ്മളെ വീണ്ടെടുത്ത ആ കർത്താവിലേക്ക് നമ്മുടെ ദേഹി അകത്തുള്ളതെല്ലാം വിട്ടിട്ട് ദേഹിയെ ക്രിസ്തുവിലേക്ക് തിരിക്കുമ്പോൾ
ആ തിരിയുന്ന നിമിഷത്തിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ദേഹിയിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ നമുക്ക് ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ക്രിസ്തുവിന്റെ ജീവൻ ദേഹി കിട്ടുകയും, ഇതാണ് നമ്മുടെ ദേഹിക്ക് രക്ഷയായിട്ട് തീരുന്നത്. तो इसके लिए पहला थिस्सलुनीके के लोग कौन से थे? वो लोग मूर्ति पूजक थे, लेकिन वो लोग मूर्ति पूजा से हटकर जीवित है परमेश्वर को सेवा करने के लिए मूर्ति से हटकर वो लोग प्रभु सच्चा और जीवित है परमेश्वर को सेवा किए। तो मतलब उनका प्राण पहला जो मूर्ति के विषय में चिपका हुआ था, उससे वो लोग बचकर, उससे बाहर निकलकर जीवित है परमेश्वर का सेवा करने के लिए वही जीवन उनके अंदर आया, ताकि वो लोग उसका सेवा और आराधना कर सके। അപ്പം വിട്ടിട്ട് തിരിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞു? ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു. ഇതിനെയാണ് മാനസാന്തരം, അല്ലെങ്കിൽ യഥാർത്ഥ മാനസാന്തരം. നമ്മുടെ ദേഹി നിത്യജീവന് വേണ്ടി ഹൃദയം തിരിക്കുന്നതാണ് മാനസാന്തരം. तो मन फिरावट क्या है? जो चीज वो लोग पहले थे, जो प्रभु से दूर हो गया था, वो चीज से वो लोग हटकर फिर कर परमेश्वर की ओर मुड़ना, जो यहाँ पर थिस्सलुनीके के लोगों ने किया। वो लोग मूर्ति से हटकर परमेश्वर की ओर फिरा। तो परमेश्वर की ओर फिरने को कहते हैं मन फिरना। അപ്പം നമ്മുടെ നമ്മുടെ പ്രാണനിലെ പ്രധാനമായ ഒരു ലീഡിങ് ഫാക്കൽറ്റിയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. हमारा प्राण को जो केंद्रित करता है, जो हमेशा आगे बढ़कर कार्य करता है, वो है मन। നമ്മുടെ പ്രാണനെ ദൈവം വീണ്ടെടുത്തെങ്കിലും യേശുവിന്റെ മൈൻഡ് നമുക്ക് ആയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മുടെ യേശുവിന്റെ മൈൻഡ് പോലെ ആയിത്തീരണമെങ്കിൽ പിന്നെയും പിന്നെയും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞ്, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നമ്മൾ മാനസാന്തരപ്പെടുമ്പോഴാണ് ദേഹിയിലേക്ക് ക്രിസ്തുവിന്റെ ലൈഫ് വരുന്നത്. तो भले ही हमारा प्राण के लिए छुड़ौती का दाम भले ही दे दिया हो, तो भी वो प्राण का अवस्था क्या है? उसमें मसीह का पूर्ण रूप में अनुरूप नहीं हुआ है। मसीह का जीवन संपूर्ण रीति से नहीं आया। इसलिए वो विश्वासी जीवन, अपने जीवन में वो क्या करता है? वो मसीह की ओर समर्पण करता है, ताकि मसीह के जीवन में वो भर जाए। അപ്പം നമ്മുടെ ദേഹിയിലേക്ക് പാപജീവൻ പ്രവേശിക്കുമ്പോൾ, परंतु हमारा प्राण का जीवन में जब पाप का स्वभाव प्रवेश करता है, അപ്പൊ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. तो उस समय क्या होता है? परमेश्वर को सेवा करने, आराधना करने का जो काबिलता है, गुण है, उसको हम खो बैठते हैं। അപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുന്നു. जिसकी वजह से हम लोगों को उद्धार का आनंद है, वो खो बैठता है। അപ്പൊ രക്ഷയുടെ സന്തോഷം ഇല്ലെങ്കിലും നമുക്ക് ലോകത്തിന്റെ സന്തോഷവും ലോകത്തിന്റെ ആനന്ദവും ഉണ്ടെങ്കിലും നമ്മൾ അത് മനസ്സിലാകുന്നില്ല. ഇത് ദൈവത്തിന്റെ സന്തോഷമാണോ എന്റെ ലോകത്തിന്റെ സന്തോഷമോ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പ്രാണന്റേതായിരിക്കുന്ന വീണ്ടെടുപ്പിന്റെ മഹത്വം ഗ്രഹിക്കാത്തത് കൊണ്ട് ഈ പ്രാണന്റെ ജീവൻ ദൈവജീവനാണോ പഴയ ജീവനാണോ എന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. और अभी भी जिसके वजह से बहुत से विश्वासी लोग का हालत इस रीति से है कि उन लोग के अंदर भले ही परमेश्वर में जो दिया हुआ उद्धार का आनंद खो बैठने के बाद, क्योंकि उन लोग का दुनिया में मन लगाकर संपत्ति और संसार का आशीष का बढ़ोतरी की वजह से बहुत सारे विश्वासी लोगों को वो फर्क समझ में नहीं आ रहा है कि मैं अभी भी मैं प्रभु का उद्धार का आनंद मुझे मिला है या संसार का बढ़ोतरी का खुशी का आनंद मिला है। ये दोनों का भेद उन लोगों को पहचानने नहीं हो पा रहा, क्योंकि उद्धार का खुशी नष्ट होने के बावजूद भी संसार में खुशी और आनंद मिलता, तो उनको लगता है कि प्रभु ने आशीष किया है। നമുക്ക് യോഹന്നാൻ ലേഖനത്തിൽ നമ്മളെ ദേഹിരക്ഷയുടെ നമ്മുടെ ദേഹിയെ വീണ്ടെടുത്തു, എന്നിട്ടും നമ്മുടെ ദേഹിക്ക് ജീവനായിട്ട് ലോകത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. तो अभी भी क्या हो गया? हम लोग प्राण का मतलब जो छुटकारा तो का दाम तो दे दिया है, लेकिन तो भी हमारा प्राण किस बात का? संसार की बातों में खुशी देकर उसमें खुशी मनाता है। യേശുക്രിസ്തു ദൈവത്തിനായിട്ട് നമ്മുടെ പ്രാണനെ വീണ്ടെടുത്തു. परमेश्वर ने यीशु मसीह ने क्या किया? हमें हमारा प्राण को छुड़ौती दाम देकर हमें परमेश्वर की उपस्थिति में अलग करके ठहरा कर रखा तो है। പക്ഷെ നമ്മുടെ പ്രാണന്റെ സന്തോഷമായിട്ടും ജീവനായിട്ടും ലോകത്തിലെ കാര്യങ്ങളാണ് കാണുന്നത്. परंतु अभी भी हमारा प्राण क्या कर रहा है? दुनिया में दुनिया की बातों को हमारा खुशी और आनंद, हमारा प्राण का जीवन का खुशी संसार की बातों में हम लोग अभी भी रखे हुए हैं। അപ്പൊ നമ്മുടെ പ്രാണനെ ദൈവത്തിന് വീണ്ടെടുത്തപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചേരണം. पर इसीलिए परमेश्वर ने जब हमको छुटकारा दे दिया, छुड़ौती देने के बाद, वो परमेश्वर का प्रेम है जिसकी वजह से हमारा प्राण छुटकारा पाया है। तो ये प्रेम अभी हमारा प्राण में आना है। ഇവിടെ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വിശ്വാസികളോടാണ് പറയുന്നത്. നമുക്ക് വായിക്കാം. അത് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. पहले यूहन्ना 2:15 जब पढ़ते समय में हम देखते हैं, 2:15 पढ़े। तुम न तो संसार से और न संसार में की वस्तुओं से प्रेम रखो। यदि कोई संसार से प्रेम रखता है तो उसमें पिता का प्रेम नहीं है। ये विश्वासियों को कह रहा है।
അപ്പം ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. संसार और संसार की बातों से वस्तुओं से प्रेम ना करना। അപ്പം ഹൃദയത്തിലുള്ള ജീവൻ കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്. तो हृदय में हमारा जो हमारा प्राण में जो जीवन आया, हृदय में जो जीवन आया है, उससे हम लोग प्रेम करते हैं। അപ്പോൾ ഈ ലോകത്തിൽ ഒരാളെ സ്നേഹിക്കുന്നെങ്കിൽ, ഒരാള് ലോകത്തിലുള്ള വസ്തുക്കളെ സ്നേഹിക്കുന്നെങ്കിൽ പിതാവിന്റെ സ്നേഹം അവിടെ ഇല്ല. കാരണം ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നെങ്കിലും ദേഹിയുടെ രക്ഷ നടന്നില്ല. अभी अभी भी ये विश्वासी भले ही उसका प्राण का छुड़ौती का दाम दिया है, वो उसका उद्धार तो हो गया है, परंतु वो अभी भी संसार से प्रेम करता है, संसार की वस्तुओं से प्रेम करता है, और उसी में वो फंसा हुआ, उलझा हुआ है। क्यों? क्योंकि अभी तक उसका प्राण का उद्धार नहीं हुआ। അപ്പൊ ഞാൻ ദൈവത്തെ അല്ല സ്നേഹിക്കുന്നത്, ലോകത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് കണ്ടിട്ട് അവനെ ലോകത്തെ വിട്ടിട്ട് ദൈവത്തിലേക്ക് വരുവാൻ, മനസ്സ് തിരിയുവാനുള്ള വഴി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. तो वो विश्वासी अभी ये देखकर पहचानना चाहिए कि मैं विश्वासी हो चुका हूँ, मैं अभी संसार को नहीं, मुझे परमेश्वर से प्रेम करते निरंतर प्रेम में बना रहना है। इसलिए संसार से मुड़कर परमेश्वर की ओर फिरने के लिए जो सुविधा है वो प्रभु यीशु मसीह में है करके ये वो विश्वासी देखना चाहिए, पहचानना चाहिए। അപ്പൊ 16-ാം വാക്യം നമ്മുടെ ദേഹിരക്ഷയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ദേഹിയുടെ വീണ്ടെടുപ്പ് കഴിഞ്ഞെങ്കിലും അതിന്റെ 16-ാം വാക്യം, ജഡമോഹമുണ്ട്, കൺമോഹമുണ്ട്, ജീവനത്തിന്റെ പ്രതാപമുണ്ട്. ഇത് മൂന്നും എപ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഒരു പരീക്ഷ വിഷയമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. तो इसके लिए हमारे प्राण को चुनौती तो हो जाने के बावजूद भी 16 वाक्य में हम लोग पढ़ते समय में हमारा आंखों की अभिलाषा है, शरीर की अभिलाषा है, और जीविका का जो घमंड है, जीविका का जो घमंड है, ये अभी भी हमारे जीवन में कार्य कर कर प्रभु से हमें दूर करने का कोशिश करता है। അപ്പൊ ലോകവും അതിന്റെ മോഹവും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ ക്രൂശ് മുഖാന്തരം നീക്കം ചെയ്യണം. അതാണ് പ്രാണരക്ഷ. तो इसके लिए संसार और उसका मोह को हमारे प्राण में से हट जाना जरूरी है, उससे छुड़ौती पाना जरूरी है। उस संपूर्ण रीति से उसे छुटकारा पाने को कहते हैं प्राण का उद्धार। കാരണം അതിന്റെ 17-ാം വാക്യത്തിൽ, നമ്മൾ എന്തെങ്കിലും ലോകത്തിൽ മോഹിച്ച് ആ മോഹം ആണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ നിത്യമായിട്ടുള്ള ഒരു വില അതിനില്ല. നമ്മൾ മരിക്കുമ്പോൾ അത് നശിച്ചു പോകും. तो हम जैसे 17 वाक्य में पढ़ते हैं समय में, संसार और उसकी अभिलाषा क्या हो गया, मिटने वाला है। तो ये सब बातें अगर हमने हमारे दिल में हम रखा है, तो हम लोग क्या कर रहे हैं, हम लोग वो चीजों को हम लोग अभिलाषा कर रहे हैं जो मिट रहा है। അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? परंतु परमेश्वर की इच्छा क्या है? ദേഹിയിൽ യേശുക്രിസ്തുവിന്റെ ജീവൻ വരണം. അതാണ് യേശുക്രിസ്തുവിന്റെ ജീവൻ വന്നിട്ട് കാരണം യേശുക്രിസ്തു ആ ദേഹിയുടെ വീണ്ടെടുപ്പ് സാധിച്ച വ്യക്തിയാണ്. അപ്പൊ ആ ദേഹിയുടെ വീണ്ടെടുപ്പ് സാധിച്ചവന്റെ ജീവൻ തന്നെ ദേഹിക്ക് ജീവനാകുമ്പോൾ നമ്മുടെ പ്രാണന്റെ രക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. परंतु परमेश्वर की इच्छा क्या है, इस बात पर है कि जिसने हमें चुनौती का जो दाम दिया, उसी का जीवन हमारा प्राण में से हमारा प्राण में आकर हमारा प्राण को भरकर वो हमारा प्राण, वो विश्वासी हमारा प्राण में आया और यीशु मसीह का जीवन की सामर्थ्य से वो जीकर विश्वासी जीवन जीना है, परमेश्वर की इच्छा को समर्पण करना है। ऐसा अगर वो जिसने छुटकारा दिया हुआ यीशु मसीह का उसी प्राण का जीवन में आश्रय करके जी रहा है, तो वो विश्वासी का प्राण का उद्धार होते जा रहा है। അപ്പൊ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ലോകമോഹങ്ങൾ കടന്നു വരുമ്പോൾ അതിന്റെ സ്ഥാനം ക്രൂശാണെന്ന് അറിയുകയും നമ്മുടെ ഹൃദയം നിത്യജീവന് വേണ്ടിയിട്ട് ക്രിസ്തുവിലേക്ക് തിരികുകയും ചെയ്യുന്നത് ദിനംതോറുമുള്ള ഒരു കാര്യമായിട്ട് തീരുകയാണ്. और क्योंकि वो प्रभु पर आश्रय करने लगता है, तो उसको क्या होता है उसके जीवन में, वो प्रतिदिन संसार की बातों को छोड़कर, संसार का अभिलाषा अगर कुछ भी आए तो क्रूस की ओर देखकर, क्रूस की ओर में वो उसके ऊपर आया हुआ अभिलाषा को क्रूस की ओर डालकर, और वो उसमें से उस अभिलाषा से बचकर प्रभु पे और आश्रय करने का जो अवस्था में, वो प्रक्रिया में वो अपना काम करने लगेगा। അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദോഷപരമായി എന്ത് വന്നാലും ദൈവം ക്ഷമിക്കും. കാരണം കർത്താവായ യേശുക്രിസ്തു അതിന് വീണ്ടെടുപ്പ് വില കൊടുത്തു കഴിഞ്ഞു. तो हमारे हृदय में कितना भी दोष है, कितना भी बुरी बात आए, तो भी प्रभु हमें क्षमा करने के लिए तैयार है, क्योंकि उसने हमें छुड़ौती का दाम दे दिया है। അവിടെ നമ്മള് യൂത്ത് ആയിട്ടിരിക്കുന്നവരോട് കർത്താവിന്റെ ദാസൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ 2 തീമോഥെയോസ് 2:22 വായിക്കുന്നത്. दूसरा तिमोथी 2:22 पढ़ते समय में जवानों को के विषय में वहां पर कहता है, 2 तिमोथी 2:22, അവിടെ യൗവന മോഹങ്ങളെ വിട്ടോടി जवानी की अभिलाषा से भागो, അതിനെ വിടുക. उससे भागो, उससे छोड़ दो। അപ്പൊ എങ്ങനെ വിടാൻ കഴിയും? वो उसे कैसा हम छोड़ पाएंगे, उससे भाग അത് पाएंगे? അപ്പൊ ക്രിസ്തുവിന്റെ ജീവനിൽ യൗവന മോഹങ്ങളില്ല. ക്രിസ്തുവിന്റെ ജീവനിൽ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ.
तो प्रभु का जीवन में जवानी की इस अभिलाषाएं प्रभु के जीवन में नहीं है, क्योंकि प्रभु का जीवन में सिर्फ ईश्वरीय जीवन है। അപ്പൊ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള കാര്യമാണ് അടുത്ത വാക്യം വായിക്കുന്നത്. നീതി, വിശ്വാസം, സ്നേഹം, ശുദ്ധഹൃദയം, ഇതൊക്കെ യേശുവിന്റെ ഹൃദയത്തില്ല. അപ്പൊ യേശുവിന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിന് വേണ്ടി പകരമായി തീർന്നിരിക്കുകയാണ്. परंतु जो जो शुद्ध मन सा प्रभु का नाम लेते हैं और जो उसके साथ धर्म और विश्वास और प्रेम और मेल मिलाप, ये सब इसके पीछे होला, मतलब क्या ये किसमें है? ये प्रभु में है। जो प्रभु का बातें है वो हमारा जीवन बन जाना चाहिए। അപ്പൊ ക്രിസ്തുവിന്റെ പ്രകൃതി നമ്മുടെ ദേഹിക്ക് പിന്നെയും പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ദേഹി രക്ഷ എന്ന് പറയുന്നത്. കാരണം ദേഹിയുടെ രക്ഷയ്ക്ക് ആവശ്യമുള്ള വീണ്ടെടുപ്പ് യേശു ചെയ്ത് കഴിഞ്ഞു. तो हमारा मसीह का जीवन का जो स्वभाव है, उनका उनका वो प्रकृति हमारे हमारे प्राण में आ जाए और उनका जीवन हमारा जीवन बन जाए, उसी को कहते हैं प्राण का उद्धार। क्योंकि उसके लिए प्रभु ने हमें छुड़ौती दिया है, हमें बचाया है, मोल दाम देकर बचाया है। बचाने की वजह से क्या हो गया? अभी हम लोग प्रभु का जीवन से भरते रहना उसका दिव्य ईश्वरीय स्वभाव में। അപ്പൊ നമ്മുടെ പ്രാണനെ നിത്യതയ്ക്ക് വേണ്ടി നിത്യമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. इसके लिए हमारा प्राण को क्यों चुना? ताकि हम अनंतता की बातों को खोजें। എന്നാൽ ഭൗമിക വസ്തുക്കളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ദേഹിയുടെ രക്ഷ നമുക്ക് അല്ലെങ്കിൽ ആ രക്ഷയുടെ അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. परंतु भूमि की बातों को अगर हमने प्रेम किया, पसंद किया, तो जिस उद्धार का पूर्णता के लिए प्रभु ने हमें रखा है उसमें हम बढ़ नहीं पाएंगे। അപ്പോൾ നിത്യജീവന്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരുന്നാൽ നമ്മുടെ ഭൂമിക്ക് വേണ്ട വരേണ്ട ഒരു നന്മകളും ദൈവം മുടക്കയില്ല. परंतु हम लोग सर्वदा हमेशा सच्चे मन से स्वर्गीय बातें और अनंत काल की बातों के बारे में खोजते रहेंगे, तो हमारा प्रभु दयालु है और दयावान है कि वो हमें भूमि की बातों का कमी का अवस्था हमारे जीवन में नहीं लाएगा। അപ്പൊ നമുക്ക് നമ്മുടെ ദേഹിക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്ന സമാധാനം, സന്തോഷം അല്ലെങ്കിൽ ആ നിലയിലുള്ളത് എല്ലാത്തിനും പകരമായിട്ടാണ് നമുക്ക് ഹോളി സ്പിരിറ്റിനെ തന്നിരിക്കുന്നത്. तो इसके लिए हमें संसार से जो मिलने वाला खुशी, आनंद और शांति जो संसार देता है, उसके बदले है परमेश्वर ने हमें पवित्र आत्मा दिया है। അപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ഉണ്ടെന്ന് നമ്മള് യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദേഹിക്ക് ക്രിസ്തുവിന്റെ ആത്മാവ് ജീവനായി തീരുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ്. അത് നമ്മള് റോമാലേഖനം അതിന്റെ 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. रोमियो का पुस्तक 8वां अध्याय में हम लोग पढ़ते समय में हमारा प्रभु का पवित्र आत्मा का जीवन है, प्रभु का पवित्र आत्मा का कार्य की वजह से है हमारे प्राण को प्रतिदिन परमेश्वर की ओर मुड़कर हमें उद्धार का प्राण का उद्धार का कार्य में बढ़ाता है। അപ്പോൾ അതിന് 9-ാം വാക്യം, റോമർ 8-ന്റെ 9-ാം വാക്യം. रोमियो 8:9 में हम लोग पढ़ते हैं, 8:9 पढ़े। परंतु जबकि परमेश्वर का आत्मा तुम्हें बसता है तो तुम शारीरिक दशा में नहीं परंतु आत्मिक दशा में हो। यदि അപ്പൊ किसी എങ്ങനെയാണ് നമുക്ക് ഈ ജഡം എന്ന് പറയുന്നത് എന്താണ്? ഭൗമിക വസ്തുക്കൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സന്തോഷിക്കുന്നതിനെയാണ് ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത്. ജഡത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതാണ്. तो शारीरिक दशा मतलब क्या है? हमारा हृदय में, हमारा प्राण में संसार की बातों को मोह करना, अभिलाषा करना, सब संसार की बातों को दिल में रखकर विश्वासी जो चाल चलन करता है उसको शारीरिक दशा कहते हैं। എന്നാൽ 8-ന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ ആ ദേഹിയെ ദൈവം ദൈവം ന്യായം വിധിച്ചു, എന്നിട്ട് നമുക്ക് ആത്മാവിനെ തന്നു. परंतु हमारा जो ये पाप में प्रकृति का जो शारीरिक प्रकृति का स्वभाव था, उसको प्रभु 8:3 में पढ़ते समय में क्रूस में प्रभु ने उसको खत्म कर दिया। हमें बलिदान के द्वारा हमें पाप का उस बलिदान, पाप का प्रभु बलिदान करने की वजह से हमें उस हमारे ये शरीर का जो पाप से भरा हुआ था उसको दंड की आज्ञा से दे दिया और हमें बचा दिया। അപ്പം പാപി എന്ന നിലയിൽ എന്റെ ന്യായവിധി കഴിഞ്ഞു എന്നുള്ളത് എപ്പോഴും നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പാപി എന്ന നിലയിൽ എന്റെ ന്യായവിധി ക്രൂശിൽ കഴിഞ്ഞു. इसलिए मैं जो पापी हूँ, मैं पापी था या उस पापी का दशा से प्रभु ने मुझे क्या किया, उसको दंड करने की वजह से मेरा पापी जो अवस्था था उसको प्रभु ने क्रूस पर न्याय करके खत्म किया। ये बात का बोध हमें प्रति समय होना जरूरी है। അപ്പോൾ അങ്ങനെ ബോധ്യമുള്ളവെങ്കിൽ നമ്മളിൽ പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ऐसा बोध्य रहते समय में कि मेरा पाप, मेरे अंदर का जो मैं पापी स्वभाव का जो अवस्था को जो प्रभु ने दंड किया है करके, इस बोध्य में जीने वाला व्यक्ति के अंदर पवित्र आत्मा काम करते रहेगा। ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡത്തിലല്ല ആത്മാവിലാവുന്നതാണ്. കാരണം നമുക്ക് ആത്മാവിലായി തീരണമെങ്കിൽ നമുക്കുള്ള വഴി എന്റെ ന്യായവിധി ക്രൂശിൽ കഴിഞ്ഞു എന്ന് വിശ്വസിച്ചാൽ നമ്മൾ ആത്മാവിലാണ്.
यदि परमेश्वर का आत्मा तुम में बसा हुआ है तो तब तुम लोग शारीरिक दशा में नहीं, हम लोग आत्मिक दशा में है। तो आत्मा हमारे अंदर कार्य करने के आधार पर है हम लोग आत्मिक दशा में रहते हैं। അപ്പം ആത്മാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ इसलिए जो व्यक्ति आत्मा के अनुसार जीता है, നമ്മുടെ പ്രാണന്റെ രക്ഷ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കും. കാരണം നമ്മള് ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ലൈഫ് നമ്മുടേതായിരിക്കുന്ന ജീവിതത്തിലൂടെ വെളിപ്പെടുകയും ആ സമാധാനം, സന്തോഷം, ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും നമ്മുടെ ഹൃദയത്തിൽ ഉത്പാദിതമായി തീരും. आत्मा के अनुसार चलने वाला, आत्मा में अधीन होकर चलने वाला, प्रति समय उसका प्राण का उद्धार होते रहता है, प्रभु उसको चलाते रहता है और आत्मा का फल उसमें प्रकट होकर प्रभु के लिए योग्य रीति से वो जीता है। അപ്പം ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ശരീരം, നമ്മുടെ ദേഹിയുടെ വീണ്ടെടുപ്പ് നടന്നതുകൊണ്ട് ഈ ദേഹിയുടെ രക്ഷ ഓരോ ദിവസവും ക്രൂശ് വഹിച്ചുകൊണ്ട് ആത്മാവിനെ അനുവദിക്കുമ്പോൾ നമ്മളിൽ ആത്മാവിന്റെ ഫലം കായ്ക്കാൻ തുടങ്ങും. क्योंकि हमारा प्राण को मोल ले लिया है उसके वजह से प्रतिदिन अभी आत्मा में जीने की वजह से वो उसका प्राण का उद्धार में आत्मा उसको चलाता है। അപ്പൊ റോമലേഖനം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ रोमियो 8:13 में हम पढ़ते हैं, ആകയാൽ സഹോദരന്മാരെ നാം അതിന്റെ 11-ാം വാക്യത്തിൽ, അതിന് 9-ാം വാക്യത്തിൽ വായിച്ചത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജഡത്തിലല്ല ആത്മാവിലാണ്. अब हमने 9 में हमने क्या पढ़ा, यदि पवित्र आत्मा तुम में बसा हुआ है तो हम लोग शारीरिक दशा में नहीं परंतु आत्मिक दशा में है। അപ്പൊ ഇത് എന്റെ ന്യായവിധി കഴിഞ്ഞത് കൊണ്ടാണ്, യേശുക്രിസ്തുവിൽ ഞാൻ ന്യായം വിധിക്കപ്പെട്ടത് കൊണ്ടാണ് എനിക്ക് ആത്മാവ് ഉള്ളത്. അത് ഓരോ ദിവസവും ചിന്തിക്കുകയും ധ്യാനിക്കുകയും വിലയിരുത്തുകയും എന്നിൽ ആത്മാവ് വസിക്കുന്നു എന്ന ബോധ്യത്തിൽ എത്തിയില്ല എങ്കിൽ നമ്മൾ പഴയതുപോലെ ജഡത്തിൽ ജീവിക്കും. അതാണ് അതിന്റെ 12-ാം വാക്യം. तो वो क्यों हो रहा है कि हम आत्मा हमारे अंदर बसा हुआ है? क्योंकि हमने विश्वास किया कि जिस दिन मैं मसीह के साथ मरा, मसीह जब मेरे लिए मरा क्रूस पर, उसके साथ मैं भी जब मरा करके, ये बात को जब मैं प्रतिदिन पहचानता रहा और बोध में रहते वजह से क्या हो गया, आत्मा में बसने का अवस्था भी मुझे अनुभव होते रहता है। परंतु मैं अगर इस एहसास में अगर नहीं रहूंगा तो इसलिए 12 वाक्य में हम पढ़ते समय में हम देखते हैं कि वो शारीरिक दशा में हम लोग वापस आ जाते हैं। 11-ാം വാക്യത്തില് 8-ന്റെ 13 വായിക്കുകയാണ്. 8:13 में हम इस रीति से पढ़ते हैं, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം എന്ന് പറയുമ്പോൾ ആ മരണം ഏതാണ്? നമ്മുടെ यदि तुम ആത്മാവ് മരിക്കുന്നില്ല, നമ്മുടെ ശരീരത്തിലും മരിക്കുന്നില്ല. എന്നാൽ ദേഹിയിൽ ദൈവത്തിൽ നിന്ന് ഒരു വേർപാട് വന്നു കഴിഞ്ഞു. കാരണം യേശുക്രിസ്തുവിന്റെ ജീവൻ ഒഴികെ നമ്മുടെ ഭൗമികമായ ജീവനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. കാരണം ദൈവം ആത്മാവാണ്, ദൈവത്തിന് ഭൗമികമായ ജീവനില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഒന്നും ദൈവത്തിനില്ല. तो यदि അപ്പൊ तुम शरीर കർത്താവായ के अनुसार യേശുവിന്റെ ജീവനാണ് നമ്മുടെ ദേഹിക്ക് ജീവനായിട്ട് വരേണ്ടത്. അതിനെയാണ് ദേഹിയുടെ അതായിരിക്കുന്ന രക്ഷ. यदि तुम शरीर के अनुसार तुम जियोगे तो तुम पक्का मरोगे, तो तुम मरोगे। तो मरोगे करके कौन सा मृत्यु के बारे में बोल रहा है? आत्मा में जो हम लोग पहला पापी थे जो मरे थे वो अवस्था नहीं, और ना ही शारीरिक मृत्यु के बारे में नहीं बोल रहा है, परंतु हमारा प्राण जो है परमेश्वर से दूर हो गया है। वो जो दूर होने का दशा को कहते हैं कि तुम शरीर में जीने का अनुसार तुम लोग मरने का अवस्था में मरे रहोगे, उस अवस्था को कहते हैं। अभी क्योंकि हम लोग शारीरिक प्रभु का आत्मा जो है वो हमें जीवन देने के लिए, बहुत है जीवन देने के लिए आया है। परमेश्वर जीवन है और जहां पर जीवन रहेगा उधर ही परमेश्वर कार्य करेगा। परमेश्वर शारीरिक रीति का जीवन का विषय में नहीं रहता, क्योंकि परमेश्वर हमेशा स्थिर और सदा टिकने वाला जीवन है। हमारा शारीरिक जीवन खत्म होने वाला जीवन है, तो उस जीवन में नहीं, हमारा आत्मिक जीवन में है जो परमेश्वर हमें मदद करता है। അപ്പോൾ വീണ്ടും ജനിച്ച ഒരാൾക്കറിയാം, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ എന്റെ ഭൗമിക ലോകത്തിലേക്ക് തിരിഞ്ഞു, എന്റെ ഹൃദയത്തിലേക്ക് ലോക സന്തോഷം വന്നു, ജഡമോഹം കൺമോഹം വന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വീണ്ടും മാനസാന്തരപ്പെടുക. എന്തിനാണ്? ദേഹിയുടെ രക്ഷയ്ക്ക്. ദേഹിയുടെ വീണ്ടെടുപ്പ് സാധിച്ചത് കൊണ്ടാണ് നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ ദൈവം നമുക്ക് വീണ്ടും ദേഹിക്ക് ജീവൻ തരുന്നത്. तो इसके लिए एक नया जन्म पाया विश्वासी वो तुरंत पहचान लेता है, क्योंकि आत्मा उसके अंदर बसा होने की वजह से वो तुरंत पहचान लेता, समझ जाता है कि मैंने कुछ तो मोह किया, मैंने कुछ तो पाप किया, शरीर की अभिलाषा, आंखों की अभिलाषा मेरे अंदर कार्य हो रहा है करके वो जल्दी पहचान लेता है। क्यों? क्योंकि उसको जो छुड़ौती का जो दाम परमेश्वर देने की वजह से वो उसका आत्मा में नया जन्म होने की वजह से वो समझ पाता है, और वो प्रतिदिन इस रीति से वो समर्पण करता है। ताकि वो क्यों मन फिराता है? ताकि उसका प्राण का उद्धार होते रहे। आत्मा उसको उस बात में चलाता है। അപ്പൊ ഈ ലസ്റ്റ് അല്ലെങ്കിൽ ജഡമോഹം കൺമോഹം ജീവനത്തിന്റെ പ്രതാപം ഇത് ഒരു വിശുദ്ധനെ എപ്പോഴും വേട്ടയാടും. तो इसके लिए आंखों की अभिलाषा, शरीर की अभिलाषा, जीविता का घमंड, ये विश्वासी को हमेशा शिकार करते रहता है.
അപ്പൊ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അതാണ് നമ്മുടേതായിരിക്കുന്ന ഹൃദയത്തിലേക്ക് പാപം അല്ലെങ്കിൽ മോഹം അത് നമ്മളെ വശീകരിച്ച് നമ്മളെ കീഴടക്കുമ്പോൾ അതിനാണ് നമുക്ക് വീണ്ടും ക്രൂശിലേക്ക് നോക്കി നമ്മൾ അനുതാപത്തോടുകൂടെ ഏറ്റുപറഞ്ഞ് കർത്താവേ എന്നിൽ തെറ്റു വന്നുപോയി എന്ന് പറഞ്ഞ് നമ്മളെ ഹൃദയത്തെ കർത്താവിലേക്ക് തിരിക്കുമ്പോൾ നമ്മുടെ ദേഹിയിലേക്ക് സന്തോഷവും സമാധാനവും നമ്മൾ തിരികെ വരികയും നമുക്ക് ദേഹി ജീവനിൽ കർത്താവിന്റെ ജീവനിൽ നമ്മുടെ ദേഹി റെസ്റ്റോർ ആവും. इसके लिए मोह क्या करता है, गर्भवती होकर पाप को फलवत करता है। पाप का फल उसका अवश्य मोह के वजह से अभिलाषा में होता है। तो वो गर्भवती इसलिए ना होते हुए प्रभु यीशु मसीह का जीवन हमें क्या करता है, वो हमारे अंदर हमें रूपांतर कर कर हमें मन फिराकर प्रभु के जीवन में हमें बढ़ाते समय में वो हमें हमारे ये सब अभिलाषा से हमें बचाकर प्रभु का जीवन में, परमेश्वर का जीवन में बढ़ाता है। അപ്പൊ ഒരു തെറ്റിൽ അല്ലെങ്കിൽ വേറൊരു തെറ്റിൽ അകപ്പെടാത്ത വിശ്വാസികളില്ല. ഏതെങ്കിലും നിലയിൽ വല്ല തെറ്റിലും അകപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചത് കൊണ്ട് ഏത് സമയത്തും നമ്മള് ഹൃദയം തിരിച്ചാൽ കർത്താവ് ക്ഷമിക്കുകയും വീണ്ടും നമ്മളെ റെസ്റ്റോർ ചെയ്യും. കാരണം നമ്മുടെ പ്രാണന് വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞു. तो ये विश्वासी का अवस्था क्या है प्रियो, कभी ना तो कोई गिरावट में वो गिर सकता है, ऐसा अवस्था है। इसके लिए परमेश्वर ये बात जान कर कि कोई भी कितना भी बड़ा विश्वासी क्यों ना हो, कितना बड़ा आत्मिकता में क्यों ना जी रहा हो, वो पाप के संबंध में वो गिर सकता है। ये बात जान कर प्रभु ने पहले से ही उसको चुनौती का दाम उसको देकर उसे बचा लिया है। उसको बस ये बात को पहचान कर उसका प्राण के उद्धार की बढ़ोतरी के लिए बस मन फिरकर प्रभु के पास आना है, क्योंकि प्रभु विश्वास योग्य है। जो मन फिरने के लिए प्रभु के पास आएगा, आते समय में प्रभु उसको क्षमा करेगा। അപ്പൊ നമ്മുടെ ദേഹിയുടെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് മനസ്സാണ്. हमारा प्राण का जो सबसे मुख्य भाग जो चलाता है वो है मन। അപ്പൊ മനസ്സുകൊണ്ട് നമ്മൾ ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? ലോകത്തിന്റെ ജീവൻ, ലോകത്തിൻ്റെതായിരിക്കുന്ന ആ ജഡമോഹം കൺമോഹം ഹൃദയത്തിൽ പ്രവേശിച്ച് ദൈവത്തിന്റെ ജീവന് തടസ്സം ഉണ്ടാക്കും. तो मन से जब हम लोग दुनिया की बातें सोचते समय में, संसार की कमाने के विषय में सोचते समय में, या आंखों की अभिलाषा, शरीर की अभिलाषा, जीविता का घमंड, ये अभिलाषा हमारे अंदर काम करके हमारे मन से प्रवेश कर हमारे अंदर जो हमारा प्राण में परमेश्वर का जीवन जो आना चाहिए था उसको रोक कर हमारा हमें शारीरिक बनाता है। അതിനുള്ള ദൈവത്തിന്റെ പ്രതിവിധിയാണ് ക്രൂശ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രൂശ് उसके लिए जो हल जो प्रभु ने जो रखा है, जो हमें संसार से हटाकर बचा आत्मिकता में बनाए रखने के लिए जो हल जो रखा है, उसका सुविधा है क्रूश। അപ്പൊ ഈ ക്രൂശിന്റെ മർമ്മം പറയാതെ തിരുവചനം പറയുന്ന അനേകരുണ്ട്. परंतु आज दुनिया में क्रूश का तत्वों को छोड़कर, क्रूश की बातों को छोड़कर, क्रूश की कथा को से बातों को हटाकर अन्य बातें वो लोग बोलते, क्योंकि क्रूश का बातों को वो लोग नहीं मिलाते उसमें। നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, हम लोग, परंतु हमारा नया जन्म हुआ है। അപ്പൊ ദേഹിയിൽ നമ്മുടേതായിരിക്കുന്ന ഇനിയൊരു ക്രിസ്തുവിന്റെ രക്ഷ ദിനംതോറും ദേഹിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്ന ചിലരെ കുറിച്ചാണ്, സുവിശേഷകന്മാരെ കുറിച്ചാണ് നമ്മള് ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. फिलिपियों का पुस्तक पहला अध्याय उसका 18 और 19 पढ़ते समय में ऐसे लोगों के बारे में हम पढ़ते हैं। वहां पर कुछ लोगों ने यीशु झूठे उपदेशक लोग और झूठे सुसमाचारक लोग आकर सिखाते हैं। वो लोग बोलते हैं कि क्योंकि तुम्हारा नया जन्म तो हो गया, तो अब इसके लिए अभी अपना मनमानी से जियो, पाप करके जी सकता है, क्योंकि तुम लोग स्वर्ग में जाओगे बोलकर इस रीति का वचन को वो लोग टेढ़ा बेढ़ा कर विश्वासियों को बहकाता है। അപ്പോൾ അങ്ങനെയുള്ളവര് അവര് അത് അങ്ങനെ പറയുമ്പോൾ അന്നേരം അവർക്ക് നാശം സംഭവിക്കത്തില്ല. तो ऐसा सब बातें जब वो लोग वचन को तोड़ मरोड़ कर बोलते समय में तुरंत उन लोग को कुछ विनाश नहीं हो रहा। അതിന്റെ 19-ാം വാക്യം, അതായത് ഫിലിപ്പിയ ലേഖനം 3:19. फिलिपियों का पुस्तक 3 का 19 जब पढ़ते समय में वहां पर हम देखते हैं 3:19 पढ़े। उनका अंत विनाश है, उनका ईश्वर पेट है, वे अपनी लज्जा की बातों पर घमंड करते हैं और पृथ्वी की वस्तुओं पर मन लगाए रहते हैं। അപ്പൊ ഭൂമിയിലുള്ള വസ്തുക്കളിലേക്ക് മനസ്സ്, കാരണം ഈ മനസ്സാണ് നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് ചെയ്യാൻ സാധിച്ചത്. നമ്മുടെ പ്രാണന്റെയും നമ്മുടെ മുഴുവൻ ദേഹിയുടെയും വീണ്ടെടുപ്പ് സാധിച്ചെങ്കിലും വീണ്ടെടുപ്പ് സാധിക്കാത്ത മനുഷ്യരെ പോലെ നമ്മൾ ചിന്തിക്കാനായിട്ട് നമ്മൾ ഇടയായി തീരുമ്പോൾ നമ്മുടെ പ്രാണന് വീണ്ടെടുപ്പ് നടന്നാലും പ്രാണന്റെ രക്ഷ നടക്കുന്നില്ല. അതിന്റെ അർത്ഥം ജീവനിൽ നമുക്ക് ഒരു ഉണർവുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ജീവനിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകുന്നില്ല. इसके लिए प्रभु ने विश्वासियों को, जो झूठे लोग हैं, ये लोग क्या करते हैं,
ये लोग पृथ्वी की बातों में, भूमि की बातों में, संसार की बातों में वो लोग मन लगाकर लोगों को संसारिक बना देता है, शारीरिक बनाता है। इसीलिए विश्वासी लोगों को भले ही प्रभु ने उनका प्राण को मोल लेकर उनको छुड़ौती का दाम तो भले ही दे दिया हो, लेकिन वापस वो और अपने प्राण को लेकर भूमि के बातें करने सोचने की वजह से क्या हो गया, उसका प्राण का उद्धार नहीं हो रहा है। भले ही उसको छुड़ौती का दाम दे दिया हो, संसार की बातें सोचने की वजह से उसका प्राण का उद्धार नहीं हो पा रहा। ആ അപ്പൊ അവർക്ക് അവരുടെ പ്രാണന് വീണ്ടെടുപ്പിന് വില കർത്താവ് കൊടുത്തതാ. तो अभी ये लोग कौन है? परमेश्वर ने उनको पुत्र के द्वारा प्राण का छुड़ौती का दाम, मोल दाम देकर उनको खरीदा है। അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയാണ് വിലയ്ക്ക് വാങ്ങിയത്. प्रभु ने प्राण का मूल दाम देकर क्यों खरीद लिया? अनंतता के लिए जीने के लिए मोल दाम दिया है। അപ്പൊ ഈ ദേഹി ചിന്തിക്കേണ്ടത് നിത്യമായ കാര്യങ്ങളാണ്. इसके लिए, क्योंकि उसको मोल दाम देकर खरीदा गया हुआ है, इसलिए वो व्यक्ति, वो प्राण क्या किसके बारे में सोचना चाहिए? अनंतता के बारे में सोचना चाहिए। അപ്പൊ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യം വന്നാലും അതിനെക്കുറിച്ച് മനസ്സ് വ്യാകുലപ്പെടാതെ യേശുക്രിസ്തുവിന്റെ കാര്യം ചിന്തിച്ചാൽ ദൈവം ഈ ഭൂമിയിലെ കാര്യങ്ങൾ നടത്തി തരും. तो भूमि की बातों के विषय में वो चंचलित ना होते हुए, उसमें ना घबराते हुए प्रभु में आश्रय कर कर जीना है। प्रभु पर जब निर्भर करेगा, प्रभु पर निर्भर करने वाला व्यक्तियों को प्रभु क्या करेगा? उसको प्रतिदिन अपना जीवन की बातों को संभालेगा। നമുക്ക് ഭൂമിയിലുള്ള വിഷയങ്ങളുണ്ട് പലതും. हमें भूमि का बहुत से बातें जो हमें जरूरत तो रहता है, എന്നാൽ അതിനെക്കുറിച്ച് നമ്മള് അല്ലെങ്കിൽ അതിനെ നിഗളിച്ച് ചെയ്ത് കളയല്ല. तो इसको उसको बस, हाँ, वो दुनिया की बातें जरूरत है बोलकर उसको बस हटा दो, उसको ठुकरा रहे, ऐसा संपूर्ण रीति सब ऐसा नहीं कर रहे। പക്ഷെങ്കിൽ അതിനെ കർത്താവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കുകയാണ്. കാരണം കർത്താവ് അത് കാര്യങ്ങൾ ചെയ്തോളൂ. बल्कि हम लोग क्या कर रहे हैं? हम लोग प्रभु पर छोड़ रहे हैं, प्रभु पर आश्रय कर रहे हैं। संसार का कुछ भी जरूरतें आते समय में हम लोग उसमें टेंशन लेकर गिर नहीं रहे, बल्कि प्रभु पर आश्रय कर रहे हैं, ताकि प्रभु उसमें उस बातों को संभाल लेगा देकर हम लोग उसके पीछे नहीं जा रहे। എന്റെ ഫിലിപ്പി ലേഖനം 4 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ പൗലോസ് പറയുന്നതാണ്, फिलिपियों का पुस्तक 4:6 में पौलुस इस रीति से कहता है, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. किसी भी बातों में चिंता मत करो। എന്ന് പറഞ്ഞാല് ചിന്തിച്ച് വ്യാകുലപ്പെടുക. यानी कि चिंतित होकर घबरा जाना। അപ്പൊ അത് യേശുവിന്റെ ജീവനല്ല. तो ऐसा चिंतित हो के घबरा जाना वो प्रभु का, मसीह का जीवन नहीं है। അപ്പൊ നമ്മുടെ ജീവൻ അങ്ങനെ ഭാരപ്പെടുമ്പോൾ ഉടനെ കർത്താവേ എന്റെ ഭാരം ഞാൻ നിന്റെ കയ്യിൽ, എന്റെ മുഴുവൻ പാപഭാരവും നീ ഏറ്റെടുത്തതാണ്, ഞാനിതാ ഈ ഭാരം നിന്റെ കയ്യിലേക്ക് തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവനിലേക്ക് തിരിയണം. കർത്താവേ നിന്റെ ജീവനിൽ ഞാൻ പങ്കാണ്. യേശുവിനെ ജീവനായി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനം. इसके लिए कोई ऐसा चिंता आते समय में और हम लोग घबरा कर गिरने का अवस्था है, ऐसे कुछ भी आते समय में तुरंत हमें प्रभु पर आश्रय कर कर क्या करना है? कहना है कि हे प्रभु, आपने तो मेरा पाप का बोझ मेरा उठाया है, जो सबसे बड़ा बात था, जो मुझे नरक में लेके जा सकता था, उस बोझ को प्रभु आपने हटाकर मुझे छुड़ाया है बोलकर हमारा जो भी चिंतित बातें हैं प्रभु पर आश्रय करना है। घबराना नहीं, प्रभु के बारे में सोचकर, प्रभु ने जिस रीति से हमें छुड़ाया है बातें सोचकर हमें प्रभु पर आश्रय करना है। അപ്പോൾ നമ്മുടെ ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മരിക്കുന്നത് വരെയും ദേഹിയുടെ രക്ഷ നടക്കണം. तो इसके इस रीति से प्रभु पर हर बातों पर आश्रय कर कर निर्भर करने वाला विश्वासी का अवस्था क्या हो रहा है? उसका प्राण का उद्धार होते जा रहा है, और जब तक प्रभु का आगमन नहीं होता तब तक उसका ये दशा, ये अवस्था होते रहना है। എപ്പോൾ ലോകകാര്യങ്ങൾ ഹൃദയത്തിൽ വന്നോ അപ്പോൾ നമ്മുടേതായിരിക്കുന്ന രക്ഷ അവിടെ ബ്ലോക്കായി. വീണ്ടെടുപ്പ് സാധിച്ചു കർത്താവ്, പക്ഷെങ്കിൽ നമുക്ക് രക്ഷയുടെ ജീവനിൽ വളരാൻ കഴിയുന്നില്ല. परंतु जब भी हम लोग संसार की बातें सोचते समय में या संसार का मोह और अभिलाषा में अगर हम मर जाते हैं तो क्या होगा? जो प्राण का उद्धार में बढ़ना चाहिए था वो उधर ही रुक जाता है। तो उस व्यक्ति को प्रभु ने मूल नाम देकर छुड़ाया तो है, परंतु प्राण का उद्धार में जो बढ़ना चाहिए था वो रुक जाएगा। അതിനാവശ്യമായ കൃപ ദൈവം തരും നമുക്ക്. इसके लिए ये सब बातों से बचकर प्रभु पे आश्रय करने के लिए भरपूर अनुग्रह प्रभु दे रहा है। അപ്പൊ നമ്മുടെ ഹൃദയം യേശുവിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. അതാണ് വളർച്ച. इसके लिए हमें हमेशा प्रभु के अनुग्रह में और उसका ज्ञान में, बल में हमें बढ़ना है, बढ़ते रहना है। इसी को बढ़ोतरी कहते हैं। അപ്പൊ ലോകവിഷയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ യേശുവിനെ അങ്ങ് മറന്നുപോകും. परंतु संसार की बातें सोचते समय में हम क्या करते हैं? यीशु का प्रभुत्व को हम भूल जाते हैं। അപ്പൊ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനാണ് നമ്മളെ വീണ്ടെടുത്തത്, ജീവനുള്ള ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി എന്നുള്ള സത്യം നമ്മൾ മറന്നുപോവുകയും നമ്മളെ ജഡമനസ്സിൽ
നമ്മൾ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ദേഹിയുടെ രക്ഷ നടക്കാതെ പോകും. तो जीवित है परमेश्वर को सेवा करने के लिए हमें हमें मोल लेकर हमें छुड़ाया है करके ये बात हमें होते समय में संसार की बातों में अगर हम लोग शारीरिक अभिलाषा में हम लोग फंस गए तो क्या होगा। प्रभु हम लोग शारीरिक बन जाते हैं और हम लोग शारीरिक रीति से हम लोग आराधना करने के लिए आएगा और सब आत्मिक बातों को प्रभु के सब बातों को शारीरिक रीति से हम लोग करने देखेंगे। ऐसा करने वाला विश्वासी का अवस्था उसका प्राण का उद्धार में बढ़ोतरी नहीं हो पाएगा। അപ്പൊ നമ്മുടേതായിരിക്കുന്ന ആത്മാവിന് ഒരു രക്ഷയുടെ വളർച്ച ആവശ്യമില്ല. കാരണം ആത്മാവ് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആത്മാവിൽ കൂടിയാണ് നമ്മുടെ ദേഹിയെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. तो हमारा एक बार एक विश्वासी का नया जन्म हो गया है क्यों इसके वजह से उसका आत्मा का उद्धार हो चुका है, इसलिए आत्मा में उसको बढ़ोतरी पाने का जरूरत नहीं क्योंकि आत्मा है उसका कारण मदद करता है उसका प्राण में उद्धार लाकर बढ़ोतरी देने के लिए। ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. एक और वाक्य हम पढ़ेंगे, നമ്മള് 2 പത്രോസ് 3-ാം അധ്യായം दूसरा पत्रोस 3रा अध्याय അതിന്റെ 18-ാം വാക്യം കൂടെ വായിക്കാം. 18 हम पढ़ेंगे। हमारे प्रभु और उद्धारकर्ता यीशु मसीह के अनुग्रह और पहचान में बढ़ते जाओ, उसी की महिमा अब भी हो और युगानुयुग होती रहे, आमीन। അപ്പൊ നമുക്ക് ഒരു വളർച്ച എവിടെയാണ് വേണ്ടത്? വളർച്ച നമ്മൾ ആത്മാവിൽ വളരുക അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന രക്ഷയിൽ വളരുക എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദേഹിയിലുള്ള ദേഹി വീണ്ടെടുപ്പ് കർത്താവ് യേശു വില കൊടുത്ത് വീണ്ടെടുപ്പ് സാധിച്ചതുകൊണ്ട് നമ്മുടെ ദേഹിയിൽ പോലെ വളരാൻ ഉള്ള ആ വളർച്ചയാണ് ദേഹിരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത്. तो उद्धारकर्ता यीशु के अनुग्रह और पहचान में बढ़ते जाओ करके बोलते समय में ये उद्धार कहाँ पे हमें बढ़ना है, ये उद्धारकर्ता का उद्धार में कहाँ पर बढ़ना है, हमारा प्राण में है। जो प्राण में है प्रभु यीशु मसीह जो हमें अनुग्रह और पहचान और ज्ञान हमें दे देकर वो क्या करेगा, हमारा प्राण का उद्धार का बढ़ोतरी कराएगा। നമ്മുടെ ഒരു കൂട്ടായ്മയിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരും ആത്മീയമായിട്ട് വളരണം. ആരും വളർച്ച നിന്നിട്ട് ഞാൻ തികഞ്ഞു എന്ന നിലയിൽ ആരും എത്തുന്നില്ല. നമ്മൾ മരിക്കുന്നത് വരെയും ഇത് തുടരുക. കാരണം ഈ ദേഹരക്ഷ എല്ലാ ദിവസവും വേണ്ടതും അത് മരിക്കുന്നത് വരെയും തുടർന്നു പോകുന്നതുമായ കാര്യമാണ്. इसलिए हर एक विश्वासी का लक्ष्य इसी आधार पर है कि वो लोग प्रतिदिन वो लोग बढ़ते जा रहे हैं। कोई भी विश्वासी ऐसा बोल नहीं सकता कि मैंने सिद्ध मुकाम में पहुंच चुका हूं, मुझे सब कुछ मालूम है, मुझे अभी प्राण का उद्धार का जरूरत नहीं है। ऐसा वो नहीं बोलता, नहीं बोलना चाहिए क्योंकि प्रतिदिन जब संगति करते समय में हमारा लक्ष्य क्या है कि सब भाई लोग बहन लोग साथ में मिलकर प्रभु का उस पहचान का और अनुग्रह में सब साथ में बढ़ते रहे। അപ്പൊ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കണ്ടു നമ്മളെ വിലയ്ക്ക് വാങ്ങി എന്ന് വായിക്കുന്നു. हम लोग प्रकाशित पुस्तक में जैसा हमने पढ़ा कि हमें मोल लिया है करके, നമ്മുടെ പ്രാണനെ വിലയ്ക്ക് വാങ്ങി हमारा प्राण को परमेश्वर ने पुत्र के द्वारा मूल दाम देकर हमें खरीद लिया है। പക്ഷെ ആ പ്രാണൻ ആ രക്ഷയുടെ മൂല്യത മനസ്സിലാക്കാതെ വീണ്ടും ലോകത്തിലേക്ക് ദൈവത്തിനെതിരെ, കാരണം ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. परंतु वो प्राण अब उसको मोल ले लिया करके होने के बावजूद भी वो पहचान नहीं पा रहा, समझ नहीं पा रहा है कि उसका आत्मा में उद्धार हो गया, नया जन्म हो गया, परमेश्वर का संतान हो गया। ये पहचानेंगे नहीं हो पाएगा तो वापस संसार में जाएगा, संसार की रीति की समझ, संसार के लोगों की समझ जिएगा। നമുക്ക് വേണ്ടത് അടിയന്തരമായി നമ്മളെല്ലാവരും കർത്താവേ എന്നിൽ തെറ്റു വന്നു പോയി, നമ്മൾ അങ്ങനെ നിരന്തരം മാനസാന്തരപ്പെടാനുള്ള വഴിയാണ് കർത്താവ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. इसके लिए हमारे जीवन में कभी भी इस प्रकार का कमी घटी अगर आए तो निरंतर प्रभु में आश्रय कर निरंतर हमें प्रभु पर निर्भर होकर हमें जिए ताकि हमारे प्राण का उद्धार में हम बढ़ते रहे। इस प्रकार का सुविधा प्रभु ने हमको दिया है। കാരണം കർത്താവ് മടുത്തു പോകുന്നില്ല നമ്മളോട് ക്ഷമിക്കാനും നമ്മളോട് വീണ്ടും ദേഹിയിലേക്ക് ജീവൻ പകരാനും കർത്താവിന് യാതൊരു മടിയുമില്ല. കാരണം നമ്മുടെ പ്രാണനെ അവൻ വീണ്ടെടുപ്പ് സാധിപ്പിച്ച് നമ്മുടെ പ്രാണനെ ഉള്ള ആ വീണ്ടെടുപ്പ് വില പിതാവിന് കൊടുത്തു. तो हमारा प्रभु कभी थकता नहीं, प्रेम करते करते थकता नहीं है। ये लोग फिर से पाप कर रहे हैं बोलकर वो थकता नहीं है, बल्कि बार बार हमें मौका देते रहता है, अवसर देते रहता है और हमसे प्रेम करते रहता है क्योंकि उन्होंने हमारा प्राण को मूल दाम देकर खरीदने की वजह से हम लोग परमेश्वर के हो चुके हैं। इसलिए निरंतर वो हमें अवसर देते रहता है और हमारे ऊपर दया करते रहता है। ഒരു പ്രാണന്റെ രക്ഷയോടുള്ള ബന്ധത്തിലാണ് ദൈവം സഭ അല്ലെങ്കിൽ സഭയെ ക്രമീകരിച്ചിരിക്കുന്നത്. तो प्राण का उद्धार में हो जाए इसके लिए प्रभु ने कलीसिया को, मंडली को चुना है। അപ്പം സഭയിലാണ് നമ്മുടേതായിരിക്കുന്ന കുറവുകൾ മനസ്സിലാകുകയും നമ്മളെ തിരുത്തുകയും ഒക്കെയും ചെയ്യാനുള്ള ഒരു നല്ല ഒരു സ്ഥലമാണ് സഭ. കാരണം അവിടെ നമ്മളെല്ലാവരും തിരുത്തപ്പെടേണ്ടവരും എല്ലാവരും ആത്മീയമായിട്ട് കർത്താവിലേക്ക് വളരുവാൻ ദേഹിരക്ഷ പ്രാപിപ്പാൻ
അന്യോന്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. तो इसलिए प्राण का उद्धार में बढ़ने के लिए जो सबसे अच्छा स्थान जो प्रभु ने सभी विश्वासियों को दिया है वो है मंडली, क्योंकि मंडली एक ऐसा स्थान है जहाँ पर सब भाई लोग एकत्र होकर प्रेम में एक दूसरे के साथ बढ़ते हुए वचन का बढ़ोतरी में हम लोग बढ़ते रहते हैं, ताकि सब लोग साथ में मिलकर वो प्रभु का उस पहचान में बढ़ते रहे। അപ്പൊ നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പും പ്രാണന്റെ രക്ഷയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ചിന്തിച്ചത്. अभी हम लोग प्राण को जो मूल दाम देकर छुटकारा दिया हुआ बात और प्राण का उद्धार, ये दोनों का बातों का संबंध को हम देख रहे थे। അപ്പൊ അതിനെ കർത്താവ് അതിന്റെ വരവ് വരെയും നമ്മളിൽ നടക്കേണ്ട അല്ലെങ്കിൽ ഡെയിലി നടക്കേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമ്മുടെ പ്രാണന്റെ രക്ഷ. इसलिए प्रभु का आगमन तक जब तक आता नहीं तब तक प्रतिदिन हमारा प्राण का जो उद्धार है होते रहना चाहिए, उसके लिए प्रभु ने हमको समय दिया है। അതുകൊണ്ട് നമ്മൾ അന്യോന്യമുള്ള നമ്മുടേതായിരിക്കുന്ന സഹവർത്തിത്വവും പ്രാർത്ഥനയും വചനത്തിന്റെ ധ്യാനവും അന്യോന്യമുള്ള ക്രമീകരണത്തിലാണ് നമ്മുടേതായിരിക്കുന്ന പ്രാണന്റെ രക്ഷ ഇടയായി തീരുന്നത്. और ये एक दूसरे के साथ बने रहकर, एक दूसरे को प्रेम करते हुए प्रार्थना में बने रहकर एक दूसरे को मदद करते रहने वाला बात है, ताकि हम दूसरे को मदद कर उस प्राण का उद्धार में बढ़ते जाए। കാരണം നമ്മുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് സാധിച്ചു. क्योंकि हमारा प्राण का छुटकारा छुड़ौती का दाम तो दे दिया है। ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ട്, അതിന്റെയും വില കർത്താവ് കൊടുത്തിട്ടുണ്ട്. अभी हमारे शरीर में छुटकारा पाना बाकी है, जिसका दाम प्रभु ने ऑलरेडी दे दिया है। അപ്പോൾ ദേഹിയിൽ എത്രത്തോളം നമ്മള് വീണ്ടെടുപ്പിന്റെ അനുഗ്രഹത്തോടെ നമ്മള് ഈ പ്രാണന്റെ രക്ഷയിൽ എത്തിച്ചേർന്നോ, ആ മെച്ചൂരിൽ എത്തിച്ചേർന്നോ, അതനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ തേജസ് കിട്ടുന്ന ശരീരത്തിന്റെ വീണ്ടെടുപ്പും ഉണ്ട്. तो हमारा प्राण में जितना प्रभु का जीवन के रूप में हम लोग अनुरूप होकर उस जीवन में हम लोग बढ़ते रहेंगे, प्रभु का अनुग्रह और पहचान में बढ़ते रहेंगे, उसके हिसाब से रहेगा उसका शरीर में, उसका देह में मसीह का रूप का वो जो जो महिमा है और वो तेजस उसको मिलेगा। നമുക്ക് ദൈവത്തിന്റെ ഈ സമ്പൂർണ്ണ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ചെയ്യാം. प्रभु ने हमको इस रीति से संपूर्ण उद्धार का जो कार्य प्रभु ने किया है उसके लिए हम धन्यवाद करें। അവന്റെ വീണ്ടെടുപ്പിന്റെ പൂർണ്ണതയെ ഓർത്ത സ്തോത്രം. उनका उद्धार, जो छुटकारा का पूर्णता है उसको हम लोग देखकर प्रभु को हम धन्यवाद करें। നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ദേഹിയുടെ രക്ഷ വീണ്ടെടുപ്പ് സാധിച്ചതുകൊണ്ട് നേടേണ്ടതാണ്. हमें प्रतिदिन हमें जो हमारा प्राण का जो उद्धार है उसमें प्रभु में समर्पण करते हुए उसको हमें पाना है। കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु सबको सहायता करे। प्रेज लॉर्ड।